അനിയാ ഒരു 5 മിനിറ്റുള്ള വേഗം പറഞ്ഞേ. ആ അയ്യോ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ അവക്കോ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ ചേട്ടാ അടിപിടിക്കാറിലേക്കുള്ള ബസ് പോയോ? ഇതിനകത്തോടോ? വേണ്ട പ്രശ്നം. കൊളുത്തൂല്ലേ വള്ളി. ചൂട്. അത് പോയി എന്റെ വിധി. വന്നിട്ട് എടുക്കാന്ന് വണ്ടി. ചേട്ടോ ഇത് ഇന്നെങ്ങാനും എടുക്കോ? പോയിട്ട് ഒരുപാട് പരിപാടികളാണ് ചേട്ടാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരാൾ ബാത്റൂം പോയിരിക്കല്ലേ. ചേട്ടാ അയാളോട് വേറെ വണ്ടിക്ക് വല്ലതും വരാൻ പറ. മറ്റുള്ളവരെ എന്തിനീ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവ എന്തൊരു കക്കൂസിനെ പേടിച്ചോണ്ടിരിക്കണം. മോളെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഹലോ പാൻഡ് പിടിച്ച പാൻഡോട് പോയി. യോ ഹലോ ചേട്ടാ ചേട്ടാ ആരെങ്കിലും ഉണ്ടോ അവിടെ? ചേട്ടാ ഹലോ ആരാ എന്തോ? അത് ചേട്ടാ ഞാനിവിടെ പാൻറില്ലാതെ നിൽക്കാണ്. ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ഞാൻ അത്തരക്കാരനല്ല. അതല്ല, ഞാൻ അബദ്ധത്തില് എന്റെ പാൻറ് വെന്റിലേറ്ററിന്റെ മേലെ വെച്ചാണ്. ഇപ്പൊ കാണല്ല. സത്യത്തിൽ നീ പാൻറ് ഇട്ടോണ്ടാണോ വന്നേ? ഞാൻ പാൻറ് ഇട്ടുണ്ടോ വന്നത്? ഞാനല്ല ഊരിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് വലിയ തൊല്ലല്ലേ. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. താങ്ക് യു. ഓരോരുത്തരും കോള് ഒപ്പിച്ചോണ്ട് വരും. തുണിയില്ലാൻ അതിനകത്ത് ഇപ്പോണ്ട്. എന്തോ ചെയ്യാമെന്ന് പറ. നീ എവിടെ ആയിരുന്നു? നീ ടീ ചാപ്പിട്ട് ഒരുത്തന്നെ അവിടെ തുണിയില്ലാന്ന് ഇപ്പോണ്ട്. അവന്റെ പാൻറ് കണ്ടില്ല. അപ്പിടിയല്ല, അപ്പിയിടാൻ കേറിയില്ല. ബാ അവന്റെ പാൻറ് നോക്കട്ടെ. എളുപ്പം വാ. ആദ്യം പാമ്പുണ്ടോ നോക്കാം, പിന്നെ പാൻറ് ഉണ്ടോ നോക്കാം. ഹലോ ചേട്ടോ. ചേട്ടാ വന്നോ? ഞാനിവിടെ വന്നു. പാൻറ് കിട്ടിയാ? പാൻറ് കിട്ടിയില്ല. ഒരു 15 രൂപ ഇവിടെ കിടപ്പുണ്ട്. ഒരു ക്രീം കളർ പാന്റും ബെൽറ്റും. ഇല്ല പാൻറും ഇല്ല. പിന്നെ ആ ബെൽറ്റ് ഒന്നുകൂടി നോക്ക്. ഇല്ലെന്നേ, എന്റെ ലൈറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ അടിച്ചു നോക്കോ. ഇല്ല. അയ്യോ പിന്നെ ആ പാൻറ്റോട് പോയി. പിന്നെ അത് എന്നോടാണോ ചോദിക്കുന്നേ? ഇല്ലേ ചേട്ടാ, ഒരു ഉപകാരം ചെയ്യോ? എന്താ? പുറത്തു പോയിട്ട് നാണം മറക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരുമോ പ്ലീസ്? ഒരു കാര്യം ചെയ്യും. ചേട്ടാ തിരുനെൽവേലി. സാർ എത്ര നേരം എന്ന് പറഞ്ഞ കൈക്കുഞ്ഞുമായിട്ട് ബസ്സിലിരിക്കുന്നത്? ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? ഇത് എനിക്ക് സമരം ചെയ്താൽ ഇയാളവിടെ പോയി കിടക്കാണ്. அண்ணா பேடியாவன அண்ணா அண்ணா பயப்படாதீங்கண்ணா. அண்ணா நான் இந்த கம்பர் ஸ்டேஷன்ல ஆளுதான். அப்படியா? நான் லைட் ஆஃப் பண்றேன், நீங்க வெளியில வாங்க. ஓ ரொம்ப நன்றி அண்ணா, சீக்கிரம் போங்க. சரிண்ணா சரிண்ணா. போய் தோலே. എന്തായാലും അവന്റെ ഫ്രണ്ട് ഒന്ന് മറഞ്ഞാ മതി. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചേട്ടാ ഒന്നുമില്ലാതൊരുത്തൻ ആ ബാത്റൂമിനകത്ത് നിൽപ്പുണ്ട്. അപ്പൊ അവന്റെ നാണം ഒന്ന് മറക്കാൻ. നീ എന്തിനാണ് ഫ്ലെക്സ് കയറണേ? ഫ്ലെക്സ് അല്ലെ നാണം ഒന്ന് മറക്കാൻ. അയ്യോ
പോയല്ലോ. വാടാ അവനെ നാളെ മറിക്കാൻ ഫ്ലക്സ് കയറിയേക്കണം. എത്ര നേരമായി ചേട്ടാ ഇത്? എന്നാ പിന്നെ അവന്റെ ബാഗ് എടുത്തു കൊടുക്ക്, നമുക്ക് പോവാൻ. അല്ല നിങ്ങളിങ്ങനെ പിടിച്ചോണ്ട് പോവല്ലേ, അയാൾ വരാൻ. ചേട്ടൻ കൊടുക്കേടാ, വേറെ പണിയില്ല മനുഷ്യൻ. എന്തൊരു കഷ്ടോടെ ഇത്. പക്ഷെ നിങ്ങളെന്നെ വലിച്ചോണ്ട് ഓടല്ലേ. അരിയട ഒന്ന് ഇറങ്ങി പോണ താണ്ടെ ഉമാരനെ കൊല്ലുണ്ടാടേ. ഇപ്പൊ കാണാൻ എവിടെയാ നീ പറഞ്ഞ തുണിയിലാണ്ടിരിക്കണ ആള്? അണ്ണേ, ഇത് നോക്കോ. ഒരു പാവം മനുഷ്യനായിരുന്നു. പുള്ളിയുടെ പാന്റ് അരണ്ടങ്ങ് എടുത്തോണ്ട് പോയെന്ന്. പിന്നല്ലേ അനിയ വിഷമിക്കണ്ട, ഒരു 2 സെക്കൻഡ് ഒരു മുണ്ടെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് പറയണേ, ഒന്ന് മാറും, ഒന്ന് വഴിന്ന് മാറ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീയാണ്. അനിയ ദേ ഇത് പിടിച്ചോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാട്ടിയത്? എന്തിനീ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്നും കാര്യമൊക്കെ ഉണ്ട്, എടുത്തോണ്ട് വേഗം വാ. ആൾക്കാർ നല്ല കലിപ്പിലാണ്. വേഗം വാ 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 വാ. മുണ്ടെങ്കിൽ മുണ്ട്. ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ അത് ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ ഈ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. മനുഷ്യൻ നാടില്ലേ? റീൽസ് ചെയ്യുന്നവന്മാർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. ദൈവമേ കുളിച്ചില്ല. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവുന്നു അല്ലേ? ചേട്ടാ വിനോദിനൊന്നും വിളിക്കണ്ടേ? വിനോദിനെ അല്ല, വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ചയിലാവും, ഒരു 10-10:30 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദേ, വിനോദ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ്, 24 നമ്മളെ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എടാ എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങട്ടെ, നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരുള്ളൂ, ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ് ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം? നീയോ? ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്.
പ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും?